ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. അതിൻ്റെ പേരാണ് ബനാന ഫോസ്റ്റർ. ഇപ്പോൾ നമ്മുടെ പഴം രണ്ടും ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. അതൊന്ന് ചൂടാകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന 4 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പഴം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അതിൻ്റെ ആ ഫ്ലാറ്റ് സർഫസ് ഉണ്ടല്ലോ, അത് താഴെ ആകത്തക്ക വിധം ഇതുപോലെ നമുക്ക് അതിനകത്തേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ എടുത്തു വെച്ചിരുന്ന റം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം റം ഒഴിച്ചാൽ മാത്രം മതി. ഇനി അത് ചെറുതായിട്ടൊന്ന് ചൂടാകാൻ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ലൈറ്റർ കൊണ്ടൊന്ന് കത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം തന്നെ കത്തി തീർന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് സിനമൺ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ മതി. അതോടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബനാന ഫ്ലാമ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്.